പള്ളിയുടെ വസ്തുവിൽ നിൽക്കുന്ന തേങ്ങയും ചക്കയും മാങ്ങയും മറ്റും ലേലം ചെയ്തെടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പള്ളിയുടെ സാധനമായതിനാൽ അതിൽ സൂക്ഷ്മത വേണം എന്ന് ചിലർ പറയുന്നു. ഇത് ചോദിച്ചിരിക്കുന്നത് നാസറുദ്ദീൻ ഹാജിയാണ്, കാഞ്ഞങ്ങാട് നിന്നും. ആ വിഷയത്തിലൊരു ജാഗ്രത നല്ലതാണ്. ഞാൻ ദറസിൽ പഠിക്കുന്ന സമയത്ത്, നമ്മൾ പള്ളി ദറസിലാണല്ലോ പഠിക്കുന്നത്, അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ചിറയൻകീഴ് അൻവർ ബാക്കവി ഉസ്താദ് ഇപ്പോൾ കിളിമാനൂർ മഞ്ഞപ്പാറ റഹ്മാൻ ഹിഫ്ള് ഖുർആൻ കോളേജ് നടത്തുകയാണ്. ആ പ്രിയപ്പെട്ട ഉസ്താദ് സേവനം ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, ദറസിൽ ഉസ്താദ് പഠിപ്പിക്കുന്നു. അപ്പോൾ പള്ളിയുടെ മണ്ണിൽ ഉസ്താദ് ഇപ്പോൾ വൈകുന്നേരം കപ്പ നടുക, ചേന, ചേമ്പ്, അല്ലെങ്കിൽ മുളക്, കാന്താരി മുളക്, മറ്റു മുളക്, പച്ചക്കറി, ഇതൊക്കെ നമ്മളിങ്ങനെ വൈകുന്നേരം ചെയ്യലുണ്ട്. അപ്പോൾ അതിൻ്റെ പള്ളിയുടെ മണ്ണിൽ നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ വെള്ളം ഒഴിച്ച് അത് ഉണ്ടായി വന്നാൽ അതെടുത്ത് നമ്മൾ ഉപയോഗിച്ചിട്ട് പോലും അതിന് ഒരു പൈസ നമ്മൾ എന്ത് ചെയ്യണം, പള്ളിക്ക് കൊടുക്കും. പള്ളിയുടെ മണ്ണിൽ നമ്മൾ പണിയെടുത്തത് കൊണ്ട് നമ്മളാണ് അങ്ങോട്ട് പൈസ കൊടുക്കുന്നത്. അത് ഉസ്താദ് നമ്മെ പഠിപ്പിച്ച ഒരു സൂക്ഷ്മതയാണ്. ഇപ്പോൾ പള്ളിയുടെ ഒരു ഇളനീര് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ആവശ്യത്തിനെടുത്താൽ അതിൻ്റെ സാമ്പത്തികം പള്ളിയിലേക്ക് കൃത്യമായും അത് എത്തണം. കാരണം പള്ളിക്കുള്ളത് അള്ളാഹുവിനുള്ളതാണ്. നമുക്ക് പ്രസിഡന്റ് സെക്രട്ടറി വരുന്നു, അതുകൊണ്ട് 2 ഇളനീര് ഒട്ടി കൊടുക്കാം എന്ന്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദൊക്കെ പണ്ട് പ്രഭാഷണം നടത്തുന്ന സമയത്ത്, റമളാനിൽ പ്രസംഗിക്കുമ്പോൾ, നോമ്പ് തുറക്കുന്ന സമയത്ത് കഞ്ഞി കൊണ്ട് കൊടുക്കുമ്പോൾ കഞ്ഞി ഇങ്ങനെ കോരി കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ പ്ലാവിൻ്റെ ഇല ഇങ്ങനെ മടക്കി ഈർക്കിൽ വെച്ചിട്ട് കുത്തി കൊടുക്കലുണ്ട് പണ്ടൊക്കെ. അത് ഉസ്താദ് ചോദിച്ചിട്ടുണ്ടെന്നാണ്, ഈ ഇല എവിടെ നിന്നാണ്? പള്ളിയുടെ ഇലയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കുടിക്കൂല പിന്നെ. ഇനി ഇല അയാൾ സ്വന്തം വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവന്ന ആൾ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാൽ അതിൽ കുത്തിയിരിക്കുന്ന ഈർക്കിൽ എവിടെ നിന്നാണെന്ന് ചോദിക്കും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതങ്ങനല്ല. ഇത് പള്ളിയുടെ മുഴുവൻ നാളികേരവും അടർത്തിയെടുത്തിട്ട് ലേലം ചെയ്ത് കൊടുക്കുകയാണ് ആവശ്യമുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴും ഒരു 10,000 രൂപയ്ക്ക് നമ്മൾ വിളിച്ചെടുത്താൽ ഒരു 10,100 രൂപ കൊടുക്കുക. ഒരു എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ അതിൽ ഇതങ്ങ് പൊരുത്തപ്പെടണം. ലേലം ചെയ്തത് മാത്രമാണ് എടുക്കുക. ലേലം ചെയ്തിട്ട് എല്ലാം കൂടി എടുത്തുകൊണ്ട് പോകുമ്പോൾ പോണ കൂട്ടത്തിൽ 2 തേങ്ങ അവിടെ കിടന്ന് അതും കൂടി എടുത്താൽ അതൊക്കെ ശ്രദ്ധിക്കണം. അത് മാങ്ങയാണെങ്കിലും പഴമാണെങ്കിലും തേങ്ങയാണെങ്കിലും ആ ജാഗ്രതയും ശ്രദ്ധയും ഈ വിഷയത്തിൽ വേണം. എങ്കിൽ അൽഹംദുലില്ലാ അത് പള്ളിക്ക് ലേലം ചെയ്തെടുക്കുമ്പോൾ പള്ളിക്ക് നിങ്ങൾ ചെയ്യുന്നൊരു ഖിദ്മത്തുമായി സൂക്ഷിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമാണ്. അൽഹംദുലില്ലാ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ശ്രദ്ധക്കുറവ് വന്നാൽ അപകടത്തിന് വലിയ കാരണമാണ്. അല്ലാഹ് കാക്കട്ടെ.